എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം ഈ കഴിഞ്ഞ ഘട്ടം, അതായത് 4ാം ഘട്ടം LDC എവിടേക്കായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്? ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലേക്ക് നടന്ന LDC പരീക്ഷ സെപ്റ്റംബർ 7-ന്. അപ്പോൾ അതിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ട് പോകുന്നത് ഇനി വരുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ അത് ഈ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ, അതായത് CCPA പ്രാഥമിക പ്രവർത്തനം എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാമല്ലോ. ഓപ്ഷൻ എ ഉപഭോക്തൃ അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഓപ്ഷൻ ബി ഉപഭോക്തൃ സാധനങ്ങൾ നിയന്ത്രിക്കുന്നതിന്, ഓപ്ഷൻ സി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നടപ്പാക്കാനും, ഓപ്ഷൻ ഡി പരസ്യ നിലവാരം നിരീക്ഷിക്കാൻ. ഇതിൽ ഏതാണ് ആൻസർ? ക്വസ്റ്റ്യൻസ് കണ്ടവർക്കറിയാം. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നടപ്പാക്കാനും. നമുക്കിനി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിൽ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിൻ്റാണ് 2019 35ാമത്തെ കേന്ദ്ര നിയമമാണ് ഇത്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. 2019 ഓഗസ്റ്റ് 9 വിജ്ഞാപനം ചെയ്ത ഈ നിയമം 2020 ജൂലൈ 20 പ്രാബല്യത്തിൽ വരുന്നത്. ഏത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വരുന്നത് എപ്പോഴാണ്? 2020 ജൂലൈ 20. അടുത്ത പോയിന്റ്, 8 അധ്യായവും 107 വകുപ്പും ആണ് 2019 ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉള്ളത്. 8 അധ്യായവും 107 വകുപ്പുമാണ് ഇതിൽ വരുന്നത്. മൂന്നാമത്തെ പോയിന്റ്, നിയമത്തിലെ വകുപ്പ് 10 ഓക്കെ 10 ആണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകണമെന്ന് നിഷ്കർഷിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സെൻട്രൽ അതോറിറ്റിയുടെ ചീഫ് കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ്. നിയമത്തിലെ വകുപ്പ് 18(1)(a) പ്രകാരം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, നടപ്പാക്കുക, ഉപഭോക്തൃ അവകാശങ്ങളുടെ ലംഘനം തടയുക എന്നിവയാണ് അതോറിറ്റിയുടെ പ്രധാന ചുമതലകൾ. എന്തൊക്കെയാണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക, നടപ്പാക്കുക, ഉപഭോക്തൃ അവകാശങ്ങളുടെ ലംഘനം തടയുക, ഇതൊക്കെയാണ് അതോറിറ്റിയുടെ പ്രധാന ചുമതലകൾ. ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തടയുക, സുതാര്യമല്ലാത്ത വ്യാപാര ഇടപാടുകൾ തടയുക എന്നിവയും കേന്ദ്ര അതോറിറ്റിയുടെ ചുമതലയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഉപഭോക്തൃ സംരക്ഷണ നിയമവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിതമായത്? NHRC സ്ഥാപിതമായത് ഏത് നിയമപ്രകാരം ആണ്? ഓക്കെ, എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993, ബി ദേശീയ മനുഷ്യാവകാശ നിയമം 1993, സി മൗലിക അവകാശ നിയമം 1993, ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ. മനുഷ്യ അവകാശ സംരക്ഷണ നിയമം 1993. ഇനി നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സിലേക്ക് പോവാം. 1994 10ാം നമ്പർ കേന്ദ്ര നിയമമായി നിലവിൽ വന്നതാണ് ഏത്? ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്ന് പറയുന്നത്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? അത് 1993 സെപ്റ്റംബർ 28. അപ്പം മനുഷ്യാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 1993 സെപ്റ്റംബർ 28. നിയമത്തിലെ വകുപ്പ് 2(1)(d) പ്രകാരം മനുഷ്യാവകാശങ്ങൾ എന്നാൽ ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ളതോ അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ചേർത്തിട്ടുള്ളതോ ആയതും
ഭാരതത്തിലെ കോടതികൾക്ക് നടപ്പാക്കാവുന്നതുമായ വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയും സംബന്ധിച്ച അവകാശങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഒട്ടാകെ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? 8 അധ്യായവും 43 വകുപ്പും ഉൾപ്പെടുന്നതാണ് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം. നിയമത്തിൻ്റെ വകുപ്പ് 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപവൽക്കരണം പ്രതിപാദിക്കുന്നു. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ വകുപ്പ് 21 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ രൂപവൽക്കരണം വിശദീകരിക്കുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നുണ്ടാകുന്ന കുറ്റങ്ങൾക്ക് ദ്രുതഗതിയിൽ വിചാരണ ഏർപ്പെടുത്താനായി സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ യോജിപ്പോടുകൂടി ഓരോ ജില്ലയ്ക്കും ഒരു സെഷൻസ് കോടതിയെ പ്രസ്തുത കുറ്റങ്ങൾ വിചാരണ ചെയ്യാനുള്ള മനുഷ്യാവകാശ കോടതിയായി വിജ്ഞാപനം ചെയ്യാമെന്ന് നിയമത്തിൻ്റെ വകുപ്പ് 30 നിഷ്കർഷിക്കുന്നു. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതിൻ്റെ PDF ഞാനിത് കഴിഞ്ഞിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ഓക്കെ. 3-ാമത്തെ ചോദ്യം, നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. ആൻസർ ഏതാണെന്ന് ഞാൻ പറയാം. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 25,000 രൂപയാണ് ശിക്ഷയായിട്ട്, പിഴയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ബാക്കി പോയിന്റിലേക്ക് പോവാം. 2005 വിവരാവകാശ നിയമത്തിൻ്റെ വകുപ്പ് 19 അപ്പീലിനെ പറ്റിയും വകുപ്പ് 20 പിഴകളെ പറ്റിയും പ്രതിപാദിക്കുന്നു. അപ്പോൾ 2005 വിവരാവകാശ നിയമത്തിൻ്റെ വകുപ്പ് 19 എന്തിനെ കുറിച്ചാണ്? അപ്പീലിനെ കുറിച്ചും 20 പിഴകളെ പറ്റിയുമാണ് പ്രതിപാദിക്കുന്നത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ ആക്ഷേപമുള്ളപ്പോൾ അഥവാ വിവരം യഥാസമയം ലഭിക്കാതെ വരികയും ലഭിച്ച വിവരം അപൂർണമോ തെറ്റായിട്ടുള്ളതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആണെന്ന് ആക്ഷേപമുള്ളപ്പോൾ പ്രസ്തുത തീരുമാനത്തിനെതിരായ 1-ാം അപ്പീൽ ബന്ധപ്പെട്ട പൊതു അധികാരിയുടെ അപ്പീൽ അധികാരി മുൻപാകെ 30 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം. 1-ാം അപ്പീൽ പരമാവധി 30 ദിവസങ്ങൾക്കുള്ളിൽ തീർപ്പാക്കിയിരിക്കണം. 1-ാം അപ്പീൽ അധികാരിയുടെ തീരുമാനത്തിനെതിരെ ആക്ഷേപമുണ്ടെങ്കിൽ 90 ദിവസങ്ങൾക്കുള്ളിൽ 2-ാം അപ്പീൽ വിവരാവകാശ കമ്മീഷനിൽ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത്, പരാതിയിലോ 2-ാം അപ്പീലിലോ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വിവരാവകാശ കമ്മീഷൻ മുൻപാകെ തെളിയിക്കപ്പെട്ടാൽ പ്രസ്തുത നിയമവിരുദ്ധ പ്രവൃത്തികൾ ചെയ്ത പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഥവാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ മേൽ പരമാവധി 25,000 രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ടെന്ന് നിയമത്തിൻ്റെ വകുപ്പ് 20 വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. വിവരാവകാശ നിയമ വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല അതായത് അച്ചടക്ക ലംഘന നടപടിക്ക് നിർദ്ദേശിക്കാനും വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. വകുപ്പ് 19(b) പ്രകാരം വിവരാവകാശ കമ്മീഷന് പൊതു അധികാരിയോട് പരാതിക്കാരന് അനുഭവിക്കേണ്ടി വന്ന നഷ്ടത്തിനോ മാനഹാനിക്കോ പരിഹാരം നൽകാനും ആവശ്യപ്പെടാം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് 4-ാമത്തെ പോയിന്റിലേക്ക് പോവാം. 4-ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നതിൽ SK പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏതാണ്? അപ്പം SK പൊറ്റക്കാടിൻ്റെ രചനകൾ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1-ാമത്തേതിൽ വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, പിന്നെ വരുന്നത് എൻ്റെ വഴിയമ്പലങ്ങളാണ്. അത് അവിടെ ഉണ്ട് കേട്ടോ, എൻ്റെ വഴിയമ്പലങ്ങൾ. ഈ 4 എണ്ണമാണ് 1-ാമത്തെ ഓപ്ഷനിൽ വരുന്നത്. ഇനി ഓപ്ഷൻ ബിയിലേക്ക് പോവാം. എൻ്റെ വഴിയമ്പലങ്ങൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് സർഗസംഗീതം, ആയിഷ, നാടൻ പ്രേമം, രാജാങ്കണം. പിന്നെ ഓപ്ഷൻ സിയിൽ മേഘഛായ, ആയിഷ, ഋഷിപ്രസാദം, ഉജ്ജയിനി വരുന്നുണ്ട്. ഓപ്ഷൻ ഡിയിൽ അഗ്നിശലഭങ്ങൾ, ഏണിപ്പടികൾ, തോരാമഴ, ഒരു ദേശത്തിൻ്റെ കഥ. അപ്പോൾ
എസ്.കെ. പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടതാണ് നമ്മളോട് ചോദിച്ചത്. അത് നമുക്ക് ഒന്നാമത്തെ വായിക്കുമ്പം തന്നെ കിട്ടി, കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങളെല്ലാം തന്നെ എസ്.കെ. പൊറ്റക്കാടിൻ്റെ ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എസ്.കെ. പൊറ്റക്കാട് രചിച്ച പ്രധാന നോവലുകളാണ് ഏതൊക്കെ? നാടൻ പ്രേമം, വിഷകന്യക, മൂടുപടം, ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, പിന്നെ കുരുമുളക്, കാറാമ്പൂ, പ്രേമ ശിക്ഷ. ഇതൊക്കെ എസ്.കെ. പൊറ്റക്കാടിൻ്റെ പ്രധാന നോവലുകളാണ്. ബാക്കി ഒരു ദേശത്തിൻ്റെ കഥ മുൻനിർത്തിയാണ് 1980 പൊറ്റക്കാടിന് എന്ത് കിട്ടിയത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 1980 എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠം കിട്ടിയത് ഏതിനാണ്? ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണ്. പിന്നെ അതിരാണിപ്പാടം എന്ന സാങ്കല്പിക ഗ്രാമത്തെ അടിസ്ഥാനമാക്കിയുള്ള നോവലാണ് ഇത്, ഒരു ദേശത്തിൻ്റെ കഥ. ഈ നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം. ഓക്കെ, ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന ഈ നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം. ഓക്കെ, ഇനി അടുത്തത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ പ്രധാന യാത്രാ വിവരണങ്ങൾ: ക്ലിയോപാട്രയുടെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, നൈൽ ഡയറി, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, ഹിമാലയ സാമ്രാജ്യത്തിൽ, ഇന്തോനേഷ്യൻ ഡയറി, ബാലിദ്വീപ്, നേപ്പാൾ യാത്ര, ലണ്ടൻ നോട്ട്ബുക്ക്, കൈറോ കത്തുകൾ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന യാത്രാ വിവരണങ്ങളാണ്. അതുകൂടി നോക്കി വെക്കുക. എസ്.കെ. പൊറ്റക്കാട് എഴുതിയ പ്രധാന ചെറുകഥകളാണ് ഇനി പറയുന്നത്. മലയാളത്തിൻ്റെ ചോര, മെയിൽ റണ്ണർ, അന്തകൻ്റെ തോട്ടി, കടവുതോണി, യവനികയ്ക്ക് പിന്നിൽ, കനകാംബരം, പുള്ളിമാൻ, ജലതരംഗം. ഇനി എസ്.കെ. പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് നമ്മൾ പറഞ്ഞ എൻ്റെ വഴിയമ്പലങ്ങൾ. മലബാറിലേക്ക് തിരുവിതാംകൂറിൽ നിന്നുണ്ടായ കുടിയേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലെ വയനാടിൻ്റെ കഥ പറയുന്ന നോവലാണ് ഏത്? വിഷകന്യക. 1962 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തലശ്ശേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. സുകുമാർ അഴീക്കോടിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കാൻ താണ്ടിയ ദൂരം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എനിക്ക് കറണ്ട് അഫെയർസ് ഒക്കെ നോക്കുന്നവർക്കാണ് കുറച്ചും കൂടി നന്നായിട്ട് അറിയേണ്ടാവുക. അല്ലെങ്കിൽ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ടതൊക്കെ നന്നായിട്ട് നോക്കുന്നവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 87.58. കണ്ടോ, ഇവിടെ മാറ്റി 8.5 ഉണ്ട്, 5.8 ഉണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? 87.58 മീറ്റർ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ബാക്കി നോക്കാം. ഒളിമ്പിക് ഗെയിംസിൽ അത്ലറ്റിക് ഇനങ്ങളിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ കായിക താരമാണ് നീരജ് ചോപ്ര. ജാവലിൻ ത്രോയാണ് അദ്ദേഹത്തിൻ്റെ മത്സര ഇനം. നീരജ് ചോപ്രേൻ്റെ മത്സര ഇനം ജാവലിൻ ത്രോ ആണ്. ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ കായിക താരം കൂടിയാണ് നീരജ് ചോപ്ര. 2024 ഇപ്പം നമ്മളോട് ചോദിച്ചത് ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ കാര്യമാണ്. 2024 ഏതാണ്? പാരീസ് ഒളിമ്പിക്സിൽ 89.45 മീറ്റർ ദൂരം എറിഞ്ഞ നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടി. പാകിസ്ഥാൻ്റെ അർഷാദാണ് ഏറ്റവും കൂടുതൽ ദൂരം അല്ലേ, 92.97 മീറ്റർ നേടിയിട്ട് സ്വർണമാണ് അദ്ദേഹം നേടിയത്. അടുത്തടുത്ത 2 ഒളിമ്പിക്സ് ഗെയിംസിൽ വ്യക്തിഗത സ്വർണം, വെള്ളി മെഡലുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ഇന്ത്യൻ ആർമിയിലെ സുബേദാർ മേജറാണ് ആര്? നീരജ് ചോപ്ര. ജാവലിൻ ത്രോ ജൂനിയർ വിഭാഗത്തിലെ നിലവിലെ ലോക റെക്കോർഡ് നീരജ് ചോപ്രയുടെ പേരിലാണ് ഉള്ളത്. ഓക്കെ, ഇനി ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നമുക്കത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, ബാക്കിയുള്ള ചോദ്യങ്ങൾ. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലുള്ള പോയിന്റുകൾ മാത്രമാണ് വായിച്ചു പോയിട്ടുള്ളത്, ജസ്റ്റ് വായിച്ചു പോയതാണ്, എനിക്കറിയാം. അപ്പോൾ അത് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഏകദേശം ഒരു 20 ചോദ്യങ്ങൾ ഇതിലുണ്ട്. 20 ചോദ്യങ്ങൾ എന്ന് പറയുമ്പം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാം, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ബാക്കി ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല നല്ല ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.